അനധികൃത നിയമനത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു. പാവപ്പെട്ട ഉദ്യോഗാർത്ഥികൾ പൊന്നാനി നഗരസഭയിലെ അനധികൃത നിയമനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഒരു ഓർഡിനൻസ് ഇറങ്ങുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് നിലവിലെ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് സെക്രട്ടറിയെ ഖരാവ് ചെയ്തത്. നമുക്കറിയാം, ഇവിടെ നടക്കുന്ന രാഷ്ട്രീയ പ്രേരിതമായിട്ടും സ്വന്തക്കാരെയും ബന്ധക്കാരെയും നിയമിക്കുന്ന ഒരു സംവിധാനത്തിലൂടെ CPMന്റെ പാർട്ടി ഓഫീസായി ഈ മുനിസിപ്പൽ ഓഫീസ് മാറുന്നതിനെതിരെയാണ് ഞങ്ങൾ ഇന്ന് പ്രതിഷേധിച്ചിട്ടുള്ളത്. ഇവിടെ നിലവിൽ 9ഓളം പേര് നിലവിൽ ഈ ഉത്തരവ് ഇറങ്ങിയതിനു ശേഷവും താൽക്കാലികക്കാരായി തുടരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ കാര്യത്തിൽ സെക്രട്ടറി വേണ്ട നടപടി സ്വീകരിക്കാമെന്ന് ഞങ്ങളോട് ഉറപ്പ് നൽകിയിട്ടുണ്ട്. മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട് പറയാനുള്ളത്, പൊന്നാനിയിലെ PMI പദ്ധതി പ്രകാരം ഏകദേശം 500ഓളം കുടുംബങ്ങളുടെ ജിയോ ടാഗ് സംവിധാനം അനിശ്ചിതത്തിലായ രീതിയിലാണ് സെക്രട്ടറിയുടെ ഭാഗത്ത് സംസാരം ഉണ്ടായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് നഗരസഭയുടെ 2 കൗൺസിലർമാർ അതുമായി ബന്ധപ്പെട്ട പല വാർഡുകളിലും പോയിട്ട് ജിയോ ടാഗ് സംവിധാനം, അതായത് ഒരു ജിയോ ടാഗ് പ്രവൃത്തി പൂർത്തീകരിച്ചാൽ 40 രൂപയാണ് അതിന് ലഭിക്കുന്നത്. അതിന് ഉദ്യോഗാർത്ഥികളെ വെക്കാൻ സെക്രട്ടറിയോട് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ സെക്രട്ടറി പറഞ്ഞത് ഉദ്യോഗാർത്ഥികളെ കിട്ടാനില്ല എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ ഉദ്യോഗാർത്ഥികൾ ലഭ്യമാണ് എന്നുള്ള കാര്യം ഇപ്പോൾ മനസ്സിലായി. കാരണം ഈ കഴിഞ്ഞ 8-ാം തീയതി സെക്രട്ടറി പത്രത്തിൽ കുറിപ്പ് കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ എത്തിയിട്ടുമുണ്ട്. അവർക്ക് ആവശ്യമായ ട്രെയിനിങ് ഉടനെ തന്നെ നൽകുമെന്നാണ് പറയുന്നത്. നേരത്തെ കൗൺസിലർമാർ ചെയ്ത പ്രവൃത്തിയിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള പരിശീലനവും നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, തികച്ചും രാഷ്ട്രീയ പ്രേരിതമായും അഴിമതിയും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് ഞങ്ങളത് കാണുന്നത്. ഇതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പൊന്നാനി മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലായിരുന്നു മുനിസിപ്പൽ സെക്രട്ടറിയെ ഗൗരവ ചെയ്തത്. നഗരസഭാ സെക്രട്ടറി രാഷ്ട്രീയ പ്രേരിതമായി പ്രവർത്തിക്കുന്നത് ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും യൂത്ത് ലീഗ് പ്രസിഡന്റ് M ഫസലുർ റഹ്മാൻ മാധ്യമങ്ങളോട് വിശദീകരിച്ചു. മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗ് സെക്രട്ടറി ഇല്യാസ് മൂസ, മണ്ഡലം പ്രതിനിധി A റൌഫ്, കൗൺസിലർ റാഷിദ് തുടങ്ങിയവർ സംബന്ധിച്ചു. സ്വപ്നയാത്രകൾ സാധ്യമാക്കൂ റോളക്സ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂർസിനൊപ്പം. നിങ്ങളുടെ യാത്രാവേളകൾ കൂടുതൽ ആനന്ദകരമാക്കാൻ ആകർഷകമായ ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ടൂർ പാക്കേജുകൾ. ഇനി കുറഞ്ഞ ചെലവിൽ പുണ്യഭൂമി സന്ദർശിക്കാൻ ഹജ്ജ് ഉംറ സർവീസ്, കൂടാതെ എയർ ടിക്കറ്റ്, വിസിറ്റ് വിസ, പാസ്പോർട്ട്, ട്രാവൽ ഇൻഷുറൻസ്, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങി എല്ലാ സേവനങ്ങളും. റോളക്സ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂർസ്, ഓപ്പോസിറ്റ് അമാന മാൾ, തൃശൂർ റോഡ്, എടപ്പാൾ.